സംസ്ഥാനത്ത് ട്രോളിംഗ് ഉണ്ടായിരുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. നിരോധനം കഴിയുന്നതോടെ ചാകരയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ മേഖല. അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കി മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോയി തുടങ്ങി. വറുതിയുടെ കാലത്ത് നിന്ന് പ്രതീക്ഷയുടെ തീരത്തേക്കെത്തുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ബോട്ടുകളിലെ അവസാനവട്ട പണികളും പൂർത്തിയാക്കി. ഉള്ളതെല്ലാം വിറ്റും ബാക്കി കടവും വാങ്ങിയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതെന്നും കടലാണ് പ്രതീക്ഷയെന്നും ഇവർ പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബോട്ടിൽ 11 ലക്ഷം റുപ്യ കടാണ്. ഒള്ളി ഡീസൽ അടിച്ച പൈസ മാത്രം. കഴിഞ്ഞ വർഷം സീസൺ പോലെ ആണെങ്കിൽ മിക്കവാറും വീടടക്കം പോകും. കാരണം അത്രയും കടത്തിലാണുള്ളത്. അപ്പോൾ ഇപ്പോഴുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമ്മൾ മനസ്സിലുണ്ട്. ട്രോളിംഗ് നിരോധനത്തിനൊപ്പം കാലവർഷവും എത്തിയതോടെ എങ്ങുമില്ലാത്ത ദുരിതത്തിലായി തീരദേശ മേഖല. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലെത്തുമ്പോൾ ചാകര ഉണ്ടാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. കാരണം മറ്റുള്ള വർഷത്തിൻ്റെ മഴയിലല്ല, ഈ വർഷം ഒരുപാട് മഴ കാറ്റൊക്കെ ഉണ്ടായിട്ട് ബോട്ടുകാർ വെള്ളക്കാർ ഇവരൊന്നും പോയിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബോട്ടുകാർ ഇറങ്ങാൻ പോകുന്നത്. ട്രോളിംഗ് നിരോധന സമയത്തിൽ പുനഃക്രമീകരണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. ജൂൺ 9 ആരംഭിച്ച 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ ഇതര സംസ്ഥാനങ്ങളിലെ ബോട്ടുകളും ഇവിടെ എത്തിത്തുടങ്ങും. മീഡിയ 1 തിരൂർ.